നോക്കുമായിരിക്കുമല്ലോ അല്ലേ? കൈ വിടരുത് പ്ലീസ്. മേ ഐ കമിൻ സർ? യെസ്, കമൻ. ഗുഡ് മോർണിംഗ് സർ. ഞാൻ രുദ്രനാഥ്, ഏജ് 25, പഠിച്ചതും വളർന്നതും ഒക്കെ ഒരു ചെറിയ നാട്ടുപുറത്ത്. ചുരുക്കി പറഞ്ഞ ഒരു പക്ക ടിപ്പിക്കൽ നാട്ടിൻപുറത്തുകാരൻ. ആം ഐ റൈറ്റ്? യെസ് സർ. അല്ല സാറിനിതൊക്കെ? എനിക്കിതൊക്കെ എങ്ങനെ അറിയാമായിരിക്കും എന്നല്ലേ? എന്താണ് രുദ്ര, തന്റെ ബയോഡേറ്റ ഫസ്റ്റ് എന്റെ കയ്യിലല്ലേടോ കിട്ടുന്നത്? ഇനി കുറച്ച് ലോജിക്കലൊക്കെ തിങ്ക് ചെയ്യാൻ പഠിക്കണം കേട്ടോ. ഓ, ഇങ്ങാരുടെ ഒരു ലോജിക്ക്. അപ്പൊ രുദ്രൻ ചെല്ല്. രുദ്ര, ഷേ എന്തോന്ന് പഴഞ്ച പേരാടോ തന്റെ. രുദ്ര അങ്ങനെ വിളിക്കാൻ ഒരു സുഖമില്ലടോ. രുഡി, വാവ്, ഇത് നൈസാണല്ലോ. ഷോ, പേരിടാൻ എന്നെ കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ ആള്. എന്നെ കൊണ്ട് ഞാൻ തന്നെ തോറ്റു. ഓ, ഇങ്ങാരൊരു SP ആണല്ലോ. ഓക്കെ സോ, ഞാനെന്നാ പൊക്കോട്ടെ. വെയിറ്റ്, ഈ സാറ് വിളി വേണ്ട. എന്റെ ടീം മെമ്പേഴ്സ് ഒന്നും എന്നെ സാറിന് വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. വിന്നി, അങ്ങനെ വിളിച്ചോ താൻ? സോറി സോ, കമ്പനി റൂൾസിൽ ടീം ഹെഡിനെ റെസ്പെക്ട് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ അത് ബ്രേക്ക് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. എന്ത് റൂൾസ് ആടോ? ഇവിടെ എന്റെ ടീം മെമ്പേഴ്സ് ഒക്കെ ചില്ലാണ്. ഈ റൂൾസ് ഒന്നും ഇവിടെ ആരും ഫോളോ അപ്പ് ചെയ്യുന്നത് കൂടി ഇല്ല. സോ താനും അത് ബ്രേക്ക് ചെയ്യുന്നതിൽ ഒരു കുഴപ്പമില്ല. മറ്റുള്ളവരുടെ കാര്യം എനിക്ക് അറിയില്ല സാർ, അറിയേണ്ട ആവശ്യവുമില്ല. എനിക്ക് റൂൾസ് ബ്രേക്ക് ചെയ്യാൻ താല്പര്യമില്ല, അത്ര തന്നെ. അതുകൊണ്ട് ഞാൻ സാറിനെ സാറിന് തന്നെ വിളിക്കൂ. പിന്നെ എന്റെ നെയിം രുദ്രനാഥ് എന്നാണ്, അല്ലാതെ റൂഡി എന്നല്ല. അതുകൊണ്ട് സാർ എന്നെ രുദ്രാന്ന് തന്നെ വിളിച്ചാ മതി. അപ്പോ ശരി സാർ, ഞാനെന്നാ എന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യട്ടെ. താൻ പൊക്കോ. എന്റെ പൊന്നെ, ഇവനിത് ആരുവാ? എമ്മ ജാടയെ ഈ തിണ്ടിക്ക്. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹലോ, എന്താടോ കണ്ടിട്ടൊരു മൈൻഡ് ഇല്ലല്ലോ? സോറി സോ, ഞാൻ സാറിനെ കണ്ടില്ലായിരുന്നു. ഗുഡ് മോർണിംഗ് സോ. ഓ, അവൻ തുടങ്ങി അവന്റെ ഒരു സാറ് വിളി. ഇവൻ രാവിലെ തന്നെ മനുഷ്യന്റെ മൂട് കളയുമല്ലോ. സാർ ഇപ്പൊ എന്തേലും പറഞ്ഞോ? ഏയ് ഇല്ലില്ല റൂഡി, അല്ല രുദ്ര, താൻ തന്റെ വർക്ക് കണ്ടിന്യൂ ചെയ്തോ? ഓക്കെ സർ. ഓ, ഇതൊരു നടക്ക് പോവൂല. ഇവനോട് വേണ്ടിയിട്ടാണെങ്കിൽ എന്തോ പോലെ ആയല്ലോ. മൂടൊന്ന് ലൈറ്റപ്പ് ചെയ്യാൻ പെമ്പിള്ളാരെടുത്ത് തന്നെ പോകണം. മറിയാമോ? വിന്നി, പോവല്ലേ, ഞാനിവിടെ ഉണ്ട്. നീയോ? അല്ല, നിന്റെ കാർ എന്തേടാ? ഓ, അതൊന്നും പറയണ്ടടാ, സ്റ്റാർട്ട് ആവുന്നില്ല. എന്തോ വണ്ടിക്ക് ചെറിയൊരു മിസ്സിങ് പോലെ. സ്റ്റാർട്ട് ആവുന്നില്ലെന്നോ? രാവിലെ അതിന് കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോടാ. അതാണ് ഞാനും ആലോചിക്കുന്നത്. പെട്ടെന്ന് എന്താ പറ്റിയെന്ന് എനിക്ക് അറിയില്ലടാ. എന്തായാലും ഡ്രൈവറിനോട് വണ്ടി ശരിയാക്കിയിട്ട് ഫ്ലാറ്റിൽ കൊണ്ടുവന്നിടാൻ പറഞ്ഞിട്ടുണ്ട്. നീ എന്നെ കൂടി കൊണ്ടുപോ. ശരി ശരി, നീ വാ, വണ്ടി കയറ്. ഓ, ട്രാഫിക് ആണല്ലോടാ. ഇനി ഇപ്പോഴൊന്നും പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലടാ, ചോദിക്കാൻ മറന്നു, ആ പുതിയ ചെക്കൻ എങ്ങനെയുണ്ട്? എന്റെ പൊന്നെ, നീ അവനെ പറ്റി ഓർമ്മിപ്പിക്കല്ലേ. അതെന്താടാ അങ്ങനെ? എടാ, അവനൊരുമാതിരി ഒരു ജാട തെണ്ടിയാടാ. എന്നെ മൈൻഡ് പോലും ചെയ്യുകയല്ല. കമ്പനി റൂൾസ് അത് ഇത് മറ്റേതെന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ഒരുത്തൻ. നിനക്കറിയാലോ, ഞാൻ ആരെ കണ്ടാലും കുറച്ച് ഫ്രണ്ട്ലി ആയിട്ട് അങ്ങ് സംസാരിക്കും. അങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തില് അവരെ എനിക്ക് വിളിക്കാൻ പറ്റുന്നത് പോലെ ഒരു പേരും അങ്ങ് ഇടും. ഇവനും ഞാൻ അങ്ങ് ഇട്ടടാ. പക്ഷെ ഇവൻ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞടാ എന്നെ അങ്ങനെ വിളിക്കരുതെന്ന്. ഞാനങ്ങ് ഇല്ലാണ്ടായി പോയടാ. അവനാള് കൊള്ളാലോ. കോപ്പ. എടാ, ഈ കാണുന്ന പെൺപിള്ളാരെയൊക്കെ എനിക്ക് ഈസിയായി വളയ്ക്കാൻ പറ്റും. പക്ഷെ അവനെ വളയ്ക്കാൻ കുറച്ച് പാടാ. നീ പറഞ്ഞത് വെച്ച് നോക്കിയാ ഇവൻ വീഴൂല മോനെ. എന്തായാലും എന്റെ വിന്നിമോന്റെ നൻപൻ സ്നേഹമൊന്നും
അങ്ങോട്ട് പോവില്ലെന്ന് ഉറപ്പായി. ഹ, നീ നോക്കിക്കോടാ മോനെ, അവനെ ഞാൻ എന്റെ ഫ്രണ്ടാക്കും. അവന്റെ ഈ ജാടയും കോപ്പിലെ ഷോയറക്കിലും ഒക്കെ ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. ഹ, എന്തോ നാടാ, ആ റോഡിൽ നിൽക്കുന്നതിനെ പോലും വെറുതെ വിടരുത് കേട്ടോ. അയ്യേ എടാ, ഞാൻ വെറുതെ അല്ലടാ, ആ കൊച്ചിനെ ഒന്ന് നോക്കിക്കേ, നിന്റെ അമ്മായിയുടെ മോളെ പോലില്ലേ? ആടാ, ഉണ്ട്. എനിക്കില്ലാത്തൊരമ്മായിയുടെ മോളെ പോലെ തന്നെ ഉണ്ട്. എന്റെ മോനെ, നീ കൂടുതൽ വിളച്ചിലിറക്കല്ലേ. ആ കൊച്ചു പൊക്കോട്ടെ, മോൻ വണ്ടിയെട്. ഡാ, കറക്റ്റ് 7 മണിയാകുമ്പോ റെഡിയായി നിന്നോണം. എനിക്കൊന്നും വെയിറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല നിന്നെ. ഓ, ഓഫീസിൽ പോവാൻ മോൻ ഈ ശുഷ്കാന്തി ഇല്ലല്ലോടാ. തുള്ളാനാണേല് ഫ്രണ്ടിലാവൻ കാണും. തന്ത വൈബ് കളിക്കാൻ തുടങ്ങി. ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. തന്തവൈബോ? ഞാനോ? ഏയ്, അവൻ വെറുതെ പറയുന്നതായിരിക്കും. ഞാൻ തന്തവൈബൊന്നും ആയിട്ടില്ലല്ലോ. ഈ നാറി. ഹോ, എന്റെ തെസ്വിയെ, എന്നെ ലുക്കാടാ നീ. ഓ നാശം, ഇതിന് വേറെ പണിയൊന്നുമില്ലേ? ഡാ, ഞാൻ റെഡിയായി. ഇതെന്ത് പറ്റിയടാ? കറക്റ്റ് ടൈമിൽ നിന്ന് റെഡിയായല്ലോ. വാ പോവാ. ഡേയ് മച്ചു, ഇതാടാ. ഹലോ, ഇതെങ്ങോട്ടാ ഈ പോകുന്നത്? നിങ്ങളുടെ പാസ് കാണിക്ക്. പാസ് കാണിച്ചാലേ അകത്തോട്ട് കയറ്റി വിടത്തുള്ളൂ. ഇതെന്താ മച്ചു, പുതിയൊരു ഏർപ്പാട്? നമ്മളോട് ഇതേ പാസ്സൊക്കെ ചോദിക്കുന്നല്ലോ. ഒന്ന് മിണ്ടാതിരിക്കടാ. തനിക്ക് സംശയം ഉണ്ടെങ്കില് ദേ ഈ കാർഡ് നോക്കിക്കോ. ഓ, VIP ഏരിയ. സോറി സോ, ആളറിയാതെ. തന്നെ മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. പുതിയ ആളാണല്ലേ? അതെ സോ, ഞാൻ വന്നിട്ട് 2 ദിവസമേ ആയുള്ളൂ. ഞങ്ങളെ താനൊന്ന് നോക്കി വെച്ചോ. ഇനി മറക്കാൻ നിക്കണ്ട. വാടാ. മച്ചു, ചിയേഴ്സ്. ഇതെല്ലാം അടിയാടെ നീ അടിക്കുന്നു. ഒറ്റ വഴിക്ക് കുടിക്കാതെ സിപ്പായിട്ട് എടുക്കുക. എത്ര തവണ ഈ പറഞ്ഞു തരുന്നത്? 3 വാരി പോകണം നിന്റെ. എടാ മച്ചു, അതിന് ഇങ്ങനെ സിപ്പായിട്ട് അടിക്കുന്നതുകൊണ്ടുള്ള പ്രശ്നമാണ്. ഒറ്റ വരി നീ തുടങ്ങിയാണ്ടല്ലോ മോനെ, പിന്നെ നീ അങ്ങനെ കുടിക്കൂ. ആരടാ അത്? കൊറേ നേരമായല്ലോ ഈ കിടന്ന് വിളിക്കുന്നത്. നീ ആ കോൾ എടുക്ക്. എടാ, ഈ കിടന്ന് വിളിക്കുന്നത് അവളാ. നാശം. എന്താടാ മച്ചു പ്രശ്നം? നിങ്ങള് വീണ്ടും വഴക്കിട്ടോ? എടാ, എനിക്ക് ഈ റിലേഷൻ ഒന്നും സെറ്റ് ആവില്ലടാ. എനിക്ക് ഇങ്ങനൊക്കെ നടക്കുന്നതാണ് ഇഷ്ടം.
നിനക്കറിയാലോ എന്റെ സ്വഭാവം. അതിന്റെ ഇടയിൽ ഇതൊക്കെ. എടാ, നിന്നോട് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞതല്ലേടാ ഇത് ശരിയാവില്ല, നിനക്ക് ലാസ്റ്റ് ഇത് വേണ്ടെന്ന് തോന്നുമെന്ന്. ഹ, എനിക്കറിയാമായിരുന്നു ഇങ്ങനെ ലാസ്റ്റ് സംഭവിക്കത്തുള്ളെന്ന്. എടാ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഇതിന്ന് എങ്ങനെയാടാ ഒന്ന് സ്കൂട്ടാവുന്നത്? എന്തേലും ഒരു വഴി പറഞ്ഞതാ നീ. തൽക്കാലമേ നീ അവളെ പറ്റി സംസാരിക്കണ്ട. ആ പിന്നെ, ഇനി അവള് വിളിക്കുവാണേല് നീ ആ കോളൊന്ന് എടുത്തേക്ക്. ദേടാ, അവളാ. ഇനി അത് കട്ട് ചെയ്യാൻ നിൽക്കാതെ ആ കോൾ എടുക്ക്. ആ കൊച്ചു എന്തിനാ വിളിക്കുന്നേ നോക്ക്. ഹലോ, ആ പറ. ആ, ഞാനിപ്പോ നമ്മുടെ ഹർഷിന്റെ കൂടെ. അവന് തീരെ സുഖമില്ല. ഞങ്ങള് ഹോസ്പിറ്റലിൽ വന്നിരിക്കുക. ഞാൻ പിന്നെ വിളിക്കാം. ഡോക്ടർ എന്നെ വിളിക്കുന്നു. എടാ നാറി, വെറുതെ ഇരിക്കുന്ന എന്നെ എന്തിനാടാ നിങ്ങളുടെ പ്രശ്നത്തിലോട്ട് വലിച്ചിട്ടത്? നീ അത് വീട്ട്. അല്ല, നിന്റെ കാര്യം പറ. നിങ്ങളുടെ റിലേഷൻ എങ്ങനെ പോകുന്നു? ഞങ്ങളുടെ നല്ല സ്മൂത്ത് ആയി പോകുന്നു. നിന്നെ പോലല്ല ഞാൻ. ഞങ്ങള് നല്ല അണ്ടർസ്റ്റാൻഡിംഗിലാ പോകുന്നത്. അവക്ക് ഞാനും എനിക്ക് അവളും. എടാ, ഈ റിലേഷനിലെ ലോയലായി നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ നിന്നെ പോലെ ഗേൾ ഫ്രണ്ട് ഉണ്ടായിട്ടും ഇങ്ങനെ നടക്കുവല്ല വേണ്ടത്. ശരിക്കും ആ കൊച്ചു പൊട്ടിയ. ഇല്ലേല് നിന്നെ പോലുള്ള ഒരുത്തനെ ആരേലും നോക്കൂ. നീ പറഞ്ഞതില് കുറച്ച് സത്യങ്ങളുള്ളത് കൊണ്ട് ഞാൻ തിരിച്ചൊന്നും പറയാൻ നിൽക്കുന്നില്ല. എനിക്ക് എന്റെ തന്നെ സ്വഭാവം ചില നേരത്ത് പിടിക്കുന്നില്ല, പിന്നെ ആ ബാക്കിയുള്ളവർക്ക്. എന്റെ പൊന്ന് ഹർഷ, നീ ആ ഫോണൊന്ന് മാറ്റി വെക്ക്. വന്ന നേരം തൊട്ട് തുടങ്ങിയതാ അവളോട് സൊള്ളാൻ. നീ ഒന്ന് വന്നേ എഴുന്നേറ്റ്. എടാ, ഒരു മിനിറ്റ്, ഇപ്പൊ വരാം. ബേബി, ഞാൻ വിളിക്കാം അങ്ങോട്ട്. ഓക്കെ. അശ്യേ, എന്താടാ ബേബിന്നൊക്കെ? എന്ത് ഒലിപ്പിക്കലാടാ ഇത്? എടാ, ഞാൻ ഒന്നുമില്ലെങ്കിലുവേ എന്റെ പെണ്ണിനോട് ഈ കിടന്ന് ഒലിപ്പിക്കുന്നത്, അല്ലാതെ നിന്നെ പോലെ കണ്ണി കണ്ട പെണ്ണുങ്ങളോടല്ല. ഓ, ഇവനീ പറയുന്നത് കേട്ടാ ഈ സത്യസന്ധത ഇവൻ ഉണ്ടാക്കിയതുപോലാണല്ലോ. എന്റെ പൊന്നു മോനെ, നീ ഒന്ന് വന്നേ. എടാ, ആ പഞ്ചാബി പെണ്ണ് കൊള്ളാമായിരുന്നല്ലേ? അയ്യോ, എന്ത് രസമല്ലേ ആ ഹിന്ദി കേട്ടിരിക്കാൻ. എനിക്കൊന്നും അറിഞ്ഞൂടാ, ഞാനൊന്നും ശ്രദ്ധിച്ചില്ല പെണ്ണിനെ. ഞാനിത് ആരോടാ ഈ ചോദിച്ചേ? മറ്റു പെണ്ണുങ്ങളെ കാണുമ്പോ മുട്ടു പറക്കുന്നത് നിന്നോടും. സോറിടാ, തെറ്റെന്റെ ഭാഗത്താ. ആ കൊച്ചിന്റെ ഫേസ് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ. അതിന് നീ അവളുടെ മുഖത്തോട്ടല്ലല്ലോടാ നോക്കിയത്. നിന്റെ കണ്ണ് വേറെങ്ങോട്ടോ ആയിരുന്നല്ലോ. ഈത്തിന്റെ അതും കണ്ടോ? അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ മുഖത്തോട്ടാ നോക്കിയത്. എനിക്കറിയാലോടാ നിന്നെ. പിന്നെ ജോ മെസ്സേജ് അയച്ചായിരുന്നു, നിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന് പറഞ്ഞ്. എന്റെ കർത്താവ്, 20 മിസ് കോളോ? ഇവൻ എന്തിനു ഈ കിടന്ന് വിളിച്ചത്? ആരടാ, അവനാണോ? അല്ലടാ, ഇത് അവളാ, പോപ്പു. ഹായ് തസ്വിൻ. ബായ് പറഞ്ഞു പോയിട്ട് നമ്മൾ വീണ്ടും മീറ്റ് ചെയ്തല്ലോ. അതെ അതെ, നമ്മള് വീണ്ടും കണ്ടു. അല്ല തസ്വിൻ, താനിവിടെ എപ്പോഴും വരാറുണ്ടോ? ഞങ്ങൾ ഇടക്കിടക്ക് വരാറുണ്ട്. അപ്പൊ നമുക്ക് ഇനിയും കാണാലോ. അപ്പൊ ശരി തസ്വിൻ, ഇപ്പൊ ഞാൻ പോകുക. ബായ്. ഈ പെണ്ണേതാ? പെങ്ങളാടാ. പെങ്ങളോ? ആരുടെ? ആർക്കറിയാം, ആരുടെയോ ഏതോ ഒരു പെങ്ങൾ. ഹലോ, നീ എവിടെ ഇപ്പോ? ഞാൻ ഇപ്പോഴും ഹോസ്പിറ്റലിലാടി. അവിടുന്ന് ഇറങ്ങിയിട്ടില്ല.
ഓ, ഇപ്പോഴും ഹോസ്പിറ്റലിലാണല്ലേ? ഉം, ആ, അതെ, നീ ഒന്ന് തിരിഞ്ഞു നോക്കുവോ?